വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ കർഷക സംഘം സമരം സംഘടിപ്പിച്ചു. രൂക്ഷമായ ജലക്ഷാമം പരിഹരിക്കാൻ നടപടിയെടുക്കുന്നില്ലെന്നാണ് ആരോപണം. വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിലെ UDF ഭരണസമിതിക്കെതിരെ കർഷക സംഘം വില്ലേജ് കമ്മിറ്റിയാണ് മാർച്ചും ധർണയും നടത്തിയത്. സമരത്തിന്റെ ഉദ്ഘാടനം മൂവാറ്റുപുഴ ഏരിയ സെക്രട്ടറി KP രാമചന്ദ്രൻ നിർവഹിച്ചു. വേനൽ കടുത്തതോടെ പഞ്ചായത്തിൽ കുടിവെള്ളവും കൃഷിക്കാവശ്യമായ വെള്ളവും ലഭിക്കാത്ത സാഹചര്യമാണുള്ളത്. ഇതിന് പരിഹാരമായി കനാലുകൾ ശുചീകരിക്കാനോ മറ്റ് നടപടികൾ സ്വീകരിക്കുന്നതിനോ പഞ്ചായത്ത് ഭരണസമിതി തയ്യാറാകുന്നില്ലെന്നാണ് ആരോപണം. കനാലുകൾ അടിയന്തരമായി ശുചീകരിച്ച് ജലലഭ്യത ഉറപ്പാക്കി കൃഷി സംരക്ഷിക്കണമെന്ന് കർഷക സംഘം ആവശ്യപ്പെട്ടു. കനാൽ ശുചീകരിക്കാൻ പണമില്ലെന്ന് പറയുമ്പോൾ മുൻ പ്രസിഡന്റിന് 1.5 ലക്ഷം രൂപ ചികിത്സാ സഹായമായി നൽകിയ നടപടി പിൻവലിക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. വളരെ ന്യായമായ ഒരു പ്രശ്നം ഉന്നയിച്ചുകൊണ്ടാണ് ഈ പ്രക്ഷോഭം. കനാലിൽ വെള്ളം തുറന്നു വിട്ടിട്ടില്ല, കനാൽ ശുചീകരിച്ചിട്ടില്ല. അപ്പൊ ഞാനിപ്പോ പോരുമ്പോ ചിലരുടെ സംശയം, ഞാനിപ്പോ വാഴക്കുളത്ത് LDF-ന്റെ ജാഥയുടെ ഇടയ്ക്കെന്ന വല്ലത് മടക്കത്താനം വാഴക്കുളം. അപ്പൊ ഞാൻ പോരാൻ നേരത്ത് പഴയ നമ്മുടെ മൂവാറ്റ മുനിസിപ്പൽ ചെയർമാൻ PPL ദിവസമായിട്ട് ഇങ്ങനെ വർത്താനം പറ്റുമ്പോൾ അവർ എന്തിനാണ് നിങ്ങൾ സമരം ചെയ്യണേ? നിങ്ങളല്ലേ ഭരിക്കണേ, പിന്നെ എന്തിനാ സമരം? ഈ സംശയം ഈ മൈക്കിൽ കൂടെ കേൾക്കുന്നത് മറ്റുള്ളവർക്കുണ്ടാവാം. നിങ്ങളല്ലേ ഭരിക്കണേ, പിന്നെ എന്തിനാ സമരം? ഭരിക്കുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും വന്ന് കനാലിലെ കാട് വെട്ടാൻ പറ്റുമോ? അവർക്കൂടെ ഒന്ന് വെള്ളം തുറന്നു വിടാൻ പറ്റുമോ? അവർക്ക് പണം അനുവദിക്കാനേ കഴിയുള്ളൂ. മാത്യു K. ഐസക് അധ്യക്ഷത വഹിച്ചു. VK റജി, KB മുഹമ്മദ്, നിർമ്മല മോഹൻ, മനോജ് നാരായണൻ, AR അനി തുടങ്ങിയവർ പ്രസംഗിച്ചു. GTV ന്യൂസ്, വാരപ്പെട്ടി.